ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു നമ്മുടെ പണം ബാങ്കിൽ സേഫ് അല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബോൺസ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ നല്ല റിട്ടേൺസ് തരുന്ന ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്? ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണുക. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണെന്ന് അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണുക. വെൽക്കം പീപ്പിൾ, ദിസ് ഈസ് ധൻരാജ് PD. ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതെന്നാൽ അത് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ തന്നെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് വളരെ ലാഭകരമായും റിസ്ക് ഇല്ലാതെയും വളരെ മികച്ച റിട്ടേൺസ് ഉറപ്പു തരുന്ന ഏക ഇൻവെസ്റ്റ്മെന്റ് ആണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ജീവിതത്തിൽ പല ഗോൾസ് ഉണ്ടാവും. ആ ഗോൾസിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ മൈൻഡും ബോഡിയും ഷാർപ്പാക്കാൻ വേണ്ടി സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് സഹായിക്കും. ആദ്യം തന്നെ പറയട്ടെ, ജീവിതത്തിൽ കിട്ടുന്നതിനെ വെച്ച് സെറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ സാധാരണ ജീവിതം ജീവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആരും ഈ വീഡിയോ കാണണ്ട. നമ്മുടെ ജീവിതത്തിൽ ഗ്രോ ചെയ്യണം അല്ലെങ്കിൽ ഗോൾസ് അറ്റൈൻ ചെയ്യണം എന്ന് ഡിറ്റർമൈൻഡ് ആയ ആൾക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഗോൾസ് അറ്റൈൻ ചെയ്യാൻ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് സഹായിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും എക്സൽ ചെയ്യാൻ വേണ്ടി സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് സഹായിക്കും. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല, പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്തെന്നാൽ വേറെ ആരും നമുക്ക് വേണ്ടി ഇത് ചെയ്യില്ല, നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ പറ്റി തന്നെ ഒരു ധാരണ ഉണ്ടാകുന്നു, നമുക്ക് പേഴ്സണലി ഗ്രോ ചെയ്യാൻ സാധിക്കുന്നു, നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പാണ് തിങ്ക് അബൌട്ട് അവർ സെൽഫ്. നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കുക. തിരക്കേറിയ ജീവിതത്തിൽ ജീവിച്ചു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ചിന്തിക്കാൻ സമയം കണ്ടെത്തുക. വേറെ ഒരാൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്ന കണ്ണിലൂടെ നമ്മൾ തന്നെ നോക്കുക. ഇതിലൂടെ നമുക്ക് നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യാൻ സാധിക്കും. നമ്മളറിയാത്ത പല കഴിവും നമുക്കുണ്ട്, നമ്മളറിയാത്ത പല പോരായ്മകളും നമുക്കുണ്ട്. നമുക്ക് വേണ്ടി ചിന്തിക്കുന്നതിലൂടെ ഈ പറഞ്ഞ പോരായ്മകളും കഴിവുകളും നമുക്ക് അറിയാൻ സാധിക്കുന്നു. അടുത്ത സ്റ്റെപ്പാണ് സെറ്റ് എ ഗോൾ. നമ്മുടെ ജീവിതത്തിന് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഒരു ഗോൾ എന്ന് പറയുമ്പോൾ അതൊരു ആഗ്രഹമാവരുത്. ആഗ്രഹമായാൽ അത് വിഷ്ഫുൾ തിങ്കിങ് ആവും. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു, നമ്മൾ പിന്നീട് അത് മറക്കുന്നു, നമ്മൾ പിന്നീട് നമ്മുടെ ജീവിതത്തിന്റെ മറ്റു തിരക്കുകളിലേക്ക് പോകുന്നു. പക്ഷെ അതൊരു ഗോളാവുമ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, ഗോളിലേക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. നമുക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഒരു റീസൺ വേണം. നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു മോട്ടീവ്, ഒരു ഗോൾ വേണം. ഒരു ഗോൾ എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു ഗോളാവരുത്, അൺറിയലിസ്റ്റിക് ആയ ഒരു ഗോളാവണം. അതായത് ഭ്രാന്തമായൊരു ഗോളാവണം. മറ്റുള്ളവൻ കേട്ടാൽ ഇവന് ഭ്രാന്താണ് അങ്ങനെ പറയുന്നൊരു ഗോളാവണം. ആപ്പിളിന്റെ ഫൗണ്ടറായ സ്റ്റീവ് ജോബ്സിന്റെ മനോഹരമായൊരു കോട്ട് ഇവിടെ രേഖപ്പെടുത്താം. Those who are crazy enough to think that they can change the world are the ones who actually do. അതായത് ലോകം മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ക്രേസിയായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ആക്ച്വലി ലോകം മാറ്റിമറിക്കുന്നത്. അടുത്ത സ്റ്റെപ്പാണ് റീഡ്. നമുക്ക് മിക്കവർക്കും തന്നെ വായിക്കാൻ ഇഷ്ടമല്ല. വായിക്കാൻ ഇഷ്ടമില്ലാത്തതിന്റെ കാരണം എന്നാൽ പണ്ട് മുതലേ നമ്മുടെ ടീച്ചേഴ്സ് ബോറായിട്ടുള്ള ബുക്സ് വായിച്ചിട്ട് റീഡിങ്ങിനോടുള്ള നമ്മുടെ ആ ഒരു ഇംപ്രഷൻ ആദ്യമേ തന്നെ കളഞ്ഞു. പണ്ടത്തെ ആൾക്കാർ റീഡിങ്ങിനെ പറ്റി പറയുന്നത് എന്നാൽ റീഡ് വാട്ട് യു ലവ് അൺടിൽ യു ലവ് ടു റീഡ്. നമുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവ വായിക്കുക. എപ്പോൾ വരെ? വായന ഇഷ്ടപ്പെടുന്നത് വരെ. റീഡിങ്ങിന്റെ 3 ഗുണങ്ങൾ എന്തെന്നാൽ നമുക്ക് വേറൊരാളുടെ എക്സ്പീരിയൻസ് നമുക്ക് ചുളിവിൽ കിട്ടുന്നു. അതായത് നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് അത് ശരിയാണോ തെറ്റാണെന്ന് അറിയാൻ ടൈമില്ല. അതിനെളുപ്പം വേറൊരാൾ അയാൾക്ക് പറ്റിയ അബദ്ധങ്ങളും അയാൾക്ക് പറ്റിയ നല്ല കാര്യങ്ങളും എല്ലാം ഒരു ബുക്കിലൂടെ നമുക്ക് തരുന്നു. അയാളുടെ തന്നെ വർഷങ്ങളുടെ കഷ്ടപ്പാട് നമുക്ക് വെറും 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് കിട്ടുന്നു. അടുത്തൊരു ഗുണമാണ് വായനയിലൂടെ ലോകത്തെ കുറിച്ച് നമുക്ക് മറ്റൊരു നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നു. അടുത്ത റീസണാണ് നമുക്ക് കൂടുതൽ അറിവുണ്ടാകുന്നു. വായന എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലുള്ള ബുക്സ് വായിക്കാം. അത് ഏതുതരം ബുക്കായാലും വായിക്കുക.
അടുത്ത റീസൺ ആണ് എൻഷുർ പേഴ്സണൽ ടൈം. ഇത് കാണുന്ന നിങ്ങളൊരു ബിസിനസ് ഓണർ ആവാം, ഒരു എംപ്ലോയി ആവാം, ഒരു സ്റ്റുഡൻ്റ് ആവാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല തിരക്കുകളുണ്ടാവും. ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യാൻ, നമ്മുടെ പാഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധ തിരിച്ചുവിടാൻ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതിലൊന്നും പെടാതെ വർക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തന്നെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് പുഷ് ചെയ്യണം. വേറെ ആരും നമുക്ക് വേണ്ടി ഇത് ചെയ്യില്ല. നത്തിങ് ഗ്രേറ്റ് കംസ് ഫ്രം കംഫർട്ട് സോൺ. അടുത്ത പോയിന്റ് ആണ് എക്സസൈസ് റെഗുലർലി. നമ്മൾ ആരും ഇന്ന് ചെയ്യാത്തൊരു കാര്യമാണിത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ ഹെൽത്തിന് വേണ്ടി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മുടെ പേഴ്സണൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. ഇത് കാണുന്ന നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വയസ്സാകുമ്പോഴാണ് ഇതിന്റെ പ്രത്യേകത നമ്മൾ അനുഭവിക്കുക. നമ്മളാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. നമ്മുടെ ഗോൾസ് എല്ലാം നമ്മൾ നേടിയിട്ട് നമ്മൾ ജീവനോട് ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമാണുള്ളത്? അതുകൊണ്ട് പേഴ്സണൽ ഹെൽത്ത് നോക്കുക തന്നെ വേണം. പേഴ്സണൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് നോക്കണം, മെന്റൽ ഹെൽത്ത് നോക്കണം. ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജിമ്മിൽ പോകണമെന്നില്ല. ഒരു ജോഗിങ്ങിന് പോവാം, വാക്കിങ്ങിന് പോവാം, വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാം, ഡാൻസിങ് ആവാം, അങ്ങനെ പലതും ആവാം. മെന്റൽ ഹെൽത്തിന് വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, യോഗ ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ പേഴ്സണൽ ഹെൽത്ത് നമ്മൾ നോക്കണം. അടുത്ത പോയിന്റ് ആണ് കണ്ടിന്യൂസ് ലേണിംഗ്. നമ്മളെല്ലാം മനസ്സിൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ എഡ്യൂക്കേഷൻ ഇല്ല. ആക്ച്വലി അങ്ങനെയല്ല. നമ്മളെല്ലാവരും ലൈഫ് ലോങ് സ്റ്റുഡൻസ് ആയിരിക്കണം. ജീവിതകാലം മൊത്തം നമ്മൾ പഠിക്കണം. നമുക്ക് ഈ ലോകത്ത് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവയെല്ലാം നമ്മുടെ സ്കൂളിലെ ബുക്കുകളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിലെ ബുക്കുകളിൽ ഒന്നിപ്പോകാനുള്ളതല്ല നമ്മുടെ എഡ്യൂക്കേഷൻ. ഈ വാസ്റ്റായി കിടക്കുന്ന ലോകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവ പഠിക്കുന്നതിലൂടെ നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ആവുന്നു, നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനായി നമുക്ക് സെമിനാറുകൾ അറ്റൻഡ് ചെയ്യാം, വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യാം, വെബിനാർസ് അറ്റൻഡ് ചെയ്യാം, ഉഡേമി, കോഴ്സറ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പഠിക്കാം. അടുത്ത പോയിന്റ് ആണ് ലേൺ എ ന്യൂ സ്കിൽ. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമുക്കുള്ള സ്കിൽസ് ഐഡന്റിഫൈ ചെയ്ത് ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ സ്കിൽസ് പഠിക്കാം. സ്കിൽ എന്ന് പറയുമ്പോൾ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പഠിക്കാം, ടൈം മാനേജ്മെന്റ് സ്കിൽസ് പഠിക്കാം, പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ് സ്കിൽസ് പഠിക്കാം. അങ്ങനെ പല സ്കിൽസും നമുക്ക് പഠിക്കാം. അടുത്ത സ്റ്റെപ്പാണ് നെറ്റ്വർക്കിംഗ്. നമ്മൾ പുതിയ ആളുകളുമായി സമ്പർക്കം കൂടുന്നതിലൂടെ നമുക്ക് പുതിയ എക്സ്പീരിയൻസസ് കിട്ടുന്നു, പുതിയ കോൺസെപ്റ്റ്സ് കിട്ടുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ കിട്ടുന്നു, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു, പുതിയ ഐഡിയാസ് കിട്ടുന്നു. പഴയ ഒരു സേയിങ് ഉണ്ട്, യു ആർ ദ ആവറേജ് ഓഫ് 5 persons അറൌണ്ട് യു. നമ്മുടെ ചുറ്റുമുള്ള 5 പേരുടെ ആവറേജ് ആണ് നാം. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള, നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം മാത്രം ചെയ്യുക. അടുത്ത പോയിന്റ് ആണ് ട്രാവൽ. നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ട്രാവൽ ചെയ്യണം, പുതിയ ലോകങ്ങൾ കാണണം, പുതിയ ആൾക്കാരെ കാണണം, പുതിയ കൾച്ചർ കാണണം, പുതിയ സ്ഥലങ്ങൾ കാണണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മൈൻഡ് എക്സ്പാൻഡ് ആവുന്നു, നമ്മുടെ മൈൻഡ് ഗ്രോ ചെയ്യുന്നു, നമ്മൾ ഗ്രോ ചെയ്യുന്നു. ഡോണ്ട് ബി എ ടൂറിസ്റ്റ്, ബി എ ട്രാവലർ. നമുക്ക് ചുമ്മാ സ്ഥലങ്ങൾ കണ്ടു പോകാൻ വേണ്ടിയല്ല നമ്മൾ ട്രാവൽ ചെയ്യുന്നത്, അവരിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്, കൂടുതൽ കാഴ്ചപ്പാടുകളിലൂടെ ലൈഫിൽ നോക്കാൻ വേണ്ടിയാണ്. അടുത്ത പോയിന്റ് ആണ് ലേൺ ടു സേ നോ. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം. നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ എസ് പറയുന്നതുകൊണ്ട് നമ്മൾ ടൈം വേസ്റ്റ് ആവുകയുള്ളൂ. നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തുക. നമ്മൾ ആദ്യം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം എസ് പറയുക, അല്ലാത്ത കാര്യങ്ങളിൽ നോ പറയുക. സെൽഫ് ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നു, കൂടുതൽ നമുക്ക് വേണ്ട പോലെ ആവാൻ സാധിക്കുന്നു, കൂടുതൽ ഗ്രോ ചെയ്യാൻ സാധിക്കുന്നു, നമ്മളെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുന്നു. സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിലൂടെ ലോങ് ടൈമിലേക്ക് നമുക്ക് നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ സാധിക്കുന്നു. നമുക്ക് നമ്മുടെ ഗോൾസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഗോൾസ് അറ്റൻഡ് ചെയ്യാനും നല്ലൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവാനും സാധിക്കുന്നു. നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാശ് ചിലവാക്കേണ്ടി വരും, നല്ലൊരു കോഴ്സിന് വേണ്ടി നമുക്ക് കാശ് മുടക്കേണ്ടി വരും,
നല്ലൊരു ബുക്ക് വായിക്കാൻ കാശ് മുടക്കേണ്ടി വരും, ചിലപ്പോൾ ജിമ്മിൽ പോകാൻ കാശ് മുടക്കേണ്ടി വരും, അങ്ങനെ പല രീതിയിൽ കാശ് മുടക്കേണ്ടി വരും. ഒരിക്കലും ഈ കാശ് ഒരു വേസ്റ്റ് ആയിട്ട് കാണരുത്. കാരണം ഇത് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഇതും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, റിട്ടേൺസ് തരുക തന്നെ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രോഫിറ്റബിൾ ആയും 100% റിട്ടേൺസ് ഉറപ്പ് തരുന്ന ഏക ഇൻവെസ്റ്റ്മെന്റ് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിനുവേണ്ടി ചെലവാക്കുന്ന കാശ് ഒരിക്കലും വേസ്റ്റ് അല്ല. അപ്പോൾ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നും പ്രൊഫഷണൽ ഗ്രോത്തിനോടൊപ്പം തന്നെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് നിങ്ങളെ മനസ്സിലാക്കിക്കാനുള്ള ചെറിയൊരു ശ്രമമായിരുന്നു ഈ വീഡിയോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എന്നാൽ മാത്രമേ അതിൽ നിന്ന് പഠിച്ച് അടുത്ത വീഡിയോയിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ടോപ്പിക്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഉപകരിക്കുമെന്നുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ചിയേഴ്സ്.